നമ്മൾ അവിടെ ഒരു വല കുത്തി കേട്ടോ. അവിടെ ഒരു വല കുത്തിയിട്ട് ഒരുമിച്ചിട്ട് കയറ്റം കയറി കൈക്ക് തപ്പി വരാൻ പോകും. ചെമ്പല്ലിയാണ് വെള്ളം എടുത്താണ്. നമ്മളവിടെ പോയി 1 2 വരാല് പൊങ്ങി വെള്ളം എടുത്ത് കണ്ടു. നേരെ 2 വരാല് വെള്ളം എടുത്ത് ഇത്രയും നമ്മൾ ഓടി വന്നുണ്ട്. ഇത് രാജപുരം കായല, രാജപുരം എന്ന പാടമാണ്. ഈ പാടത്ത് നമ്മളിന്ന് വന്നത്. നേരെ ഇത്ര ഓടി വന്നപ്പോൾ നമ്മളതാ ഇവിടെ വെച്ച്. ഇനി അപ്പുറത്തൊരു മൂട്ടാർ കൂടിയുണ്ട്. പറ്റിയ അവിടെയും പോയി അവിടെ 150 വരാൽ വെള്ളം എടുക്കുന്ന കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. അല്ല ഇവിടെ നിന്ന് ഇറങ്ങി തപ്പാൻ തുടങ്ങാൻ പോവുക. ചെമ്പല്ലി കരമാണെങ്കിൽ അങ്ങ് പോയല്ലോടാ. കരക്ക് ആ സൈഡിലോട്ട് ഇട്ടിട്ടാടാ. ഓ ആ അവിടെ കിടന്നാൽ കൊള്ളാം. രണ്ടാമത്തെ ചെമ്പല്ലി ഒരുത്തനെ ഇവിടെ പിടിച്ചിട്ട് അവൻ ലവടം വരെ നീന്തി കളിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടി അങ്ങോട്ടില്ല. ഒരുത്തൻ്റെ അവിടുന്ന് തപ്പി വരുന്നുണ്ട്. ഒരുത്തൻ അവിടെ ഒരു കാരി പിടിച്ചിട്ടുണ്ട് തപ്പി. അയ്യോ, ആ സൈഡിലെ കുണ്ടനൊക്കെ സുഖമാണല്ലോ. തപ്പി എടുക്കാൻ പറ്റിയ കുണ്ടനാണ് സൈഡിൽ. ഇതൊക്കെ ഒരു ലോഡ് താന്നു പോകുന്നുണ്ട്. മറ്റേ ചെമ്പല്ലി പോയി. അത് വലുത് ആദ്യം കിട്ടിയ വലുത്. ഇവിടെ ഒരു വല കുത്തി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ആ വലയിലും സെറ്റപ്പായിട്ട് ഇത് കിട്ടി. ഇന്ന് ഉള്ളുറയുള്ള വല വരാലുണ്ടെങ്കിൽ തുറന്നിട്ട് ഓടിയാൽ കിട്ടണം നമുക്കിത്. പിടിച്ചിട്ടുണ്ട് തോടാ ചെമ്പല്ലി. അങ്ങനെ കിടന്നോട്ടാ. ആ കവല നോക്കിട്ടാ കാര്യം. ചെറിയൊരു വരാക്കണം. ആ അതിനകത്ത് വീണില്ല. നമ്മുടെ 2 വലയും പൊക്കി. 2 വല പൊക്കിട്ട് നമുക്ക് തപ്പിതേ ഒരു 5 6 ചെമ്പല്ലി ഉണ്ട് കേട്ടോ. 6 ചെമ്പല്ലിയും 2 കാരി തപ്പി കിട്ടി. 6 ചെമ്പല്ലിയും 2 കാരി. വരക്കത്ത് ഒരു വരാലും അടിക്കുന്നുണ്ട്. വെള്ളമില്ല, കുണ്ടനാണ്, മീനും ഇല്ല. കിടക്കുന്ന ചെമ്പല്ലിയൊക്കെ വലിയ 6 ചെമ്പല്ലി തന്നെ. എനിക്ക് 6 ചെമ്പല്ലി എനിക്കൊന്ന് ഒരു 1/2 കിലോയ്ക്ക് എന്തായാലും മേളിലുണ്ട്. അത് കണക്ക് 100 ഗ്രാം പരുവത്തിലുള്ള ചെമ്പല്ലി. ഒന്ന് കിടക്കുമായിരുന്നല്ല. ഇത്രയും വരാലോ നമ്മുടെ കയ്യിൽ നിന്ന് പുറന്നോട്ട് പോയില്ലേ. ഒന്നല്ല, ഇവിടെ 2 ഉണ്ട്.
രണ്ടും ഒന്ന് 3 ചെമ്പല്ലി വരാതി. ഇവിടെ അവിടെ ഉണ്ടോ? മതി. അതെ. കാരി ഇത് ഞാൻ പൊക്കിയിട്ട കാര്യമാണെന്ന് തോന്നുന്നു. കണ്ട വരാതി. ചെമ്പല്ലിയതാണ്ടോ? ഇത് ചെമ്പല്ലിയ. ചെമ്പല്ലി എല്ലാം കിടക്കുന്നു. ഇവിടെ ഒരാളിനെല്ലാം എടുത്ത് ചവറ് കളഞ്ഞായിരുന്നു അവിടെ. കുഴപ്പമില്ല. ഒരു വല പൊക്കിയ മീൻ, 3 വരാല്, 4 കാരി, 3 കാരി, കുറച്ച് ചെമ്പല്ലി. ചെമ്പല്ലി ഉള്ള ചെമ്പല്ലി നല്ല സൈസ് ചെമ്പല്ലി. ഇതാണ് നമ്മൾ കോരിക്കൊള്ളിച്ച വിലക്ക് കിട്ടിയതാണ്. ഒരു വരാലേ ഉണ്ട്. ചെമ്പല്ലി എല്ലാം നല്ല സൈസ് ചെമ്പല്ലി. ഉള്ളൊരുത്തിന് അഹങ്കാരം. ഈ വലക്കകത്ത് കിട്ടിയതാണ് ഒരു വരാൽ. എന്ത് കാര്യം. വേണം കുഞ്ഞമ്പലി പോട്ടെ. കാരി ചെറിയ കാര്യമായിട്ട്, എന്നാൽ തീരെ ചെറുതല്ല, കിട്ടിയതിലും ചെറിയ കാര്യം ഇത്. ഈ മോട്ടോറിൽ നിന്ന് കിട്ടിയ വരാല കേട്ടോ. 3-4 വരാലും 3-4 കാരിയുണ്ട്. കുറച്ച് കല്ലേമുട്ടി ചെമ്പല്ലി, ഞങ്ങൾ പറഞ്ഞ ചെമ്പല്ലി എന്ന് പറയുന്നത്, ചില സ്ഥലത്ത് കല്ലേമുട്ടി കല്ലടയെന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ മീനാണ് ഇത്. വീഡിയോ കാണിക്കാൻ നേരത്തെ ഇച്ചിരി ഉള്ളൂ. നമ്മുടെ കലം ഇച്ചിരി പേശാൻ കലം കേട്ടോ. ഈ വലിയ കലത്തിൽ നിന്ന് വീഡിയോ കാണാൻ നേരത്തെ എന്തും വേണ്ടി വലുപ്പത്തിൽ കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. ഇതിൻ്റെ ഇവിടുത്തെ കാരി കാണൂടാ, കലം പോലെ. നമ്മൾ നേരത്തെ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ മോട്ടറായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മോട്ടറല്ല കേട്ടോ. മോട്ടറിൽ നമ്മൾ ഇവിടെ ഒരു വല കുത്തി, ഇവിടെ നമ്മൾ പുറവല പറഞ്ഞാൽ അവിടെ ഇറക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പുറവലയിൽ നിന്നാണ് 3 വരാൽ കിട്ടിയത്. നമ്മൾ കോരിക്കൊള്ളിച്ച് വെച്ച ഫസ്റ്റ് വലയിൽ നിന്ന് ഒരു വരാലേ ഉണ്ടായിരുന്നുള്ളൂ. നേരം മീൻ എപ്പോഴും വരാലെപ്പോഴും പുറന്നോട്ട് ഓടി നിൽക്കത്തില്ല, അതുകൊണ്ടാണ്.
ഇനിയിപ്പോൾ അവിടുന്ന് തപ്പി ഇടയ്ക്കൊരു വല കുത്തണം. ഇത്തവണ ഈ കൊയ്ത്ത് സമയത്ത് വന്നിട്ട് പാടത്തൊക്കെ വരാൽ പൊതുവെ കുറവാണ്. സാധാരണ കൊയ്ത്ത് സമയത്ത് വരാൻ നേരത്തെ ചാല് പറ്റി കിടക്കാൻ നേരത്ത് അത്യാവശ്യം വരാൽ കിട്ടേണ്ടതാണ്. ചെമ്പല്ലിയുണ്ട്, ചെമ്പല്ലി ഇതിന് കിടവുള്ള ചെമ്പല്ലിയാണ് കയ്യെ മുട്ടുന്നത്. പക്ഷേ നമുക്ക് വല പലതായിട്ട് കയറി കിട്ടുന്നില്ല, കുറച്ചേ കിട്ടുന്നുണ്ട്. ഉടക്കോലക്കാരാണെങ്കിൽ സുഖമാണ്. ഉടക്കോല ഇട്ട് കഴിഞ്ഞാൽ ഈ ചെമ്പല്ലിയൊക്കെ കുറേയൊക്കെ ഉടക്കി കിട്ടും അവർക്ക്. നമ്മുടെ പുറകോല അവിടെ ഇട്ടിട്ടുണ്ട്. ഒരു വരാൽ വേണ്ട. ആ ദേ ഇവിടുന്ന് ഇച്ചിരി കയറ്റം കയറി തപ്പി വേണം ഈ വര ഇവിടെ നിൽക്കാൻ. ഓ കാരി ഈ കല്ല് അങ്ങോട്ട് ഉരുട്ടി, ആ കല്ല് അങ്ങോട്ട് ഉരുട്ടിയാൽ മതി. നീ ഇവിടെ നടച്ച് എന്നെ ഞെക്കല്ല, ഇവിടെ നടച്ചിട അവിടെ അങ്ങോട്ട് പോകും. നീ ഇവിടെ നടച്ചു വിട്ടേ, ഇവിടെ എവിടെ ഇവിടെ എന്താ അതിനകത്ത് ഉണ്ട്. ഈ ചെറിയ കല്ലോട്ട് മാറ്റി മതി. നീളെ ഇരിക്കുന്നു. ആദ്യം കാലം എടുക്കട്ടെ. എൻ്റെ അമ്മ, ഈ കല്ലൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റി. അവിടെ തന്നെ കൈമാറ്റിക്കും. അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ചെറു തരണം. ചെമ്പല്ലിയല്ലേ, ഒരു വരാൻ്റെ തല അങ്ങോട്ട് വന്നോ. ഞാൻ ഇത്തിരി ചവറിനകത്ത് ചേരട്ടെ. അനക്കല്ലേ ഓടോ ചെമ്പല്ലിയൊക്കെ ഈ ചെമ്പല്ലി കാരണം പതിക്കന്നേ വരാനെ കണ്ടിട്ട് ഇറങ്ങിയിട്ടില്ല. ഓ അതങ്ങോട്ടും പോയി. ഇങ്ങോട്ടാണ് കഴിക്കാൻ പറ്റുന്നത്. വേടാ ഇതന്നെ രക്ഷപ്പെടുത്തിയാടാ അതിന്. ഒരു തന്നെ ഒരു വരാലിനെ ഇടിച്ച് ആ കല്ലിനകത്ത് കയറ്റി. അത് അതുവഴി തന്നെ കയറി അങ്ങ് പോയി. നമ്മൾ ദീപോടെ ഒരു വല കുത്തി. അടുത്തടുത്താണ് കുത്തിയിരിക്കുന്നത്. കല്ലിനകത്തൊക്കെ ശരിക്കും മീനുണ്ട്, പക്ഷെ മീനകത്ത് കിട്ടത്തില്ല. നമ്മളൊരു കല്ലിനിടയിൽ കൂടി കൈയിട്ട് വെക്കാൻ നേരത്ത് അടുത്ത കല്ലിനെ കൂടി അമ്മമാരെ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ കാരി കല്ലിനടത്തെ പിടിക്കുന്നത് പറഞ്ഞാൽ റിസ്ക്കുള്ള പരിപാടിയാണ്. പിടിക്കാനൊന്നുമല്ല, പിടിക്കാൻ പറ്റത്തില്ല. അമ്മമാർ നമുക്ക് ചെളി തല പൂത്തി വെച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ കല്ലിനട വെച്ച് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അമ്മമാർ കുത്തു നിന്നിട്ട് പൂക്കളെ വെറുതെ ഒരു കുത്ത് മേടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ പണി കളയേണ്ട കാര്യമില്ല. അതിനകത്ത് വരാലും ഉണ്ട്. വരാൽ കുടിമീനെ വെട്ടുന്നത് അതിനകത്തിരുന്ന്. ഇനിയിപ്പോൾ പണി ഇവിടെ തുടങ്ങണ്ട പരിപാടി. ആ വല പൊക്കിയിട്ട് കേട്ടോ, ഈ വല പൊക്കണം നമുക്ക്. എന്നാടാ പൊക്കടാ, പൊക്കി നല്ല ഫിഷ്. ആ ഈ വര ഇപ്പം വെറുതെ ഇട്ടാണക്ക നമ്മൾ കുത്തി വെച്ചിട്ട് പോയി.
വേറൊന്നും ഇല്ലല്ലോ, നമുക്ക് കരയ്ക്കും കാറ്റി എടുത്താൽ പോരാടാ. ആ കാര്യം എടുത്താലും അയ്യോ പറയണ്ട. അങ്ങോട്ട് വെച്ചോ. ചത്തു പോയത് പിന്നെ. രണ്ടെണ്ണമെങ്കിൽ രണ്ടെണ്ണം മതി. സ്വർണ്ണമാ സ്വർണ്ണം. ചെമ്പല്ലും 2 ചെമ്പല്ല്. ഉണ്ടതേ 4 എണ്ണം. എല്ലാം മീഡിയം വരാല. തീറ്റിയില്ലേ അടിപൊളി. കണ്ടുവരെ പൈസ വരാല. പൊടിച്ചെമ്പല്ലെങ്കിൽ അതൊന്നും പിടിച്ചില്ല. ഇതിനെ കളഞ്ഞേക്കാം. ഓ ചെമ്പല്ലിൽ നമ്മൾ അപ്പുറം ഇപ്പുറമായിട്ട് 2 വല വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ വെച്ചിട്ടും മീൻ കുറവായിരുന്നു. അവിടുന്ന് നമുക്ക് 4 വരാലും കണ്ണം കിട്ടി. ഇവിടുന്ന് കിട്ടിയ 5-6 വരാലും. അത് കാരണം 10 വരാലും കുറച്ച് ചെമ്പല്ലിയും കിട്ടിയിട്ടുണ്ട്. കേട്ടൊരു പ്രശ്നമാണല്ലോ. നമുക്ക് ഈ ചെമ്പല്ലിയും വരാലും കൂടി 2ആയിട്ട് തിരിയണം. തിരിഞ്ഞിട്ടാലേ ഇല്ലെങ്കിൽ വരാലി കത്തും. ഈ ചെമ്പല്ലിക്ക് ഭയങ്കര ചെകിളയ്ക്കും ഭയങ്കര മുള്ളായതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എല്ലാം വരാലി പെട്ടെന്ന് കത്തും. അതിൻ്റെ ഈളാപ്പ് പോവും. ചെമ്പല്ലിയും തിരിഞ്ഞ് വരാലും തിരിഞ്ഞ് കാണിച്ചു ഇതാ പോകുന്നു. ഞാൻ അങ്ങോട്ട് വന്ന് ഇത് നേരത്തെ പോകണം. കാടിയാണ്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വന്ന് ഇത് എങ്ങോട്ടൊക്കെ പോകുന്നൊന്നും പിടുത്തവും കിട്ടുന്നില്ല. ഈ ചെമ്പല്ലിയേ ഉള്ളൂ പ്രശ്നക്കാരൻ. ചെമ്പല്ലിയേ ഉള്ളൂ പ്രശ്നക്കാരൻ. പോകുന്നു അടിയിലോട്ടൊക്കെ കയറി പോകും.
ഈ ചെമ്പല്ലി ഇല്ലേ, ഈ ചെമ്പല്ലി കല്ലേമുട്ടി കല്ലട എന്ന് പറഞ്ഞാൽ ഈ മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമീനിലും ടേസ്റ്റുള്ള മീനാണ് ഇത്. പക്ഷേ ഇത് വെട്ടുന്ന ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് മടുപ്പ്. ഇത് വറുത്താലും കറി വെച്ചാലും ഏറ്റവും സൂപ്പർ മീൻ ഈ മീനേ ഉള്ളൂ. ഈ മീൻ കഴിഞ്ഞിട്ടേ പിന്നെ വേറൊരു മീനുള്ളതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ബാക്കിയുള്ള മീൻ ടേസ്റ്റില്ലെന്നല്ല, കാരിക്ക് അതിൻ്റേതായ ടേസ്റ്റുണ്ട്, വരാലിന് ടേസ്റ്റുണ്ട്, ആറ്റിലെ വാള, പൊടിമീൻ, അങ്ങനെയുള്ള എല്ലാ ഐറ്റം, ആറ്റിയമ്പലി, മഞ്ഞക്കൂരിക്കൊക്കെ ടേസ്റ്റുണ്ട്. എന്നാലും ഇതിനെയൊക്കെ വെല്ലാൻ പറ്റിയൊരു മീൻ ഇതേ ഉള്ളൂ. പക്ഷേ ഇവൻ്റെ ഈ മുള്ള് കണ്ട, ഈ മുള്ള് ഈ പിടിച്ചുള്ള വെട്ടലൊക്കെയാണ് പാട്. ഈ മാറ്റി നമുക്ക് സുഖമായിട്ട് എടുക്കാം കേട്ടോ. അടി പോയാലും സുഖമാണ്. ഇല്ലേ നിൻ്റെ അവിടെ ഇല്ലേ കാരി, ഇത്രയും കാര്യമുണ്ട് കേട്ടോ. ഒരു കിലോ കാര്യമാണല്ലോ അതിനകത്തും ഇല്ലേ. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ 2 മോട്ടറിൽ നിന്നായിട്ട് കിട്ടിയ മീൻ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. എന്തായാലും അടുത്ത ദിവസം ഇവിടെ തന്നെ ഞങ്ങൾ വരത്തുള്ളൂ. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് എന്തായാലും മാക്സിമം പിടിക്കാമെന്ന് പറഞ്ഞാൽ മീൻ ഉള്ളത് കൊണ്ടാണ് വരുന്നത്. അതിനെ കല്ലിനെ പാറയ്ക്കകത്തൊക്കെ ഇപ്പോൾ ഇച്ചിരി വെള്ളക്കുള്ള, പക്ഷേ മോട്ടർ നടത്തി പറ്റുന്ന ടൈമിനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇച്ചിരി മീൻ കിട്ടും. എന്ന് വെച്ചാൽ വെള്ളം ഇടിഞ്ഞ് കല്ലേന്ന് ഇടിഞ്ഞ് താഴോട്ടാകാൻ നേരത്ത് മീനെല്ലാം നിരച്ച് വെള്ളത്തിൽ ഇറങ്ങും. ഇതിപ്പം വെള്ളം കല്ലിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഇവന്മാരെല്ലാം നുളച്ച് അതിനകത്ത് കയറി നമ്മൾ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇറങ്ങത്തില്ല. കുറച്ചൊക്കെ കിട്ടും, കുറച്ചെന്നല്ല 100-ൽ 10% അങ്ങനെ കിട്ടത്തുള്ളൂ. ബാക്കി മൊത്തം അതിനകത്ത് തന്നെ ഇരിക്കും. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.